ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ബിഗ് ബോസിൽ ഷാനവാസ് അനീഷിനെ കുറിച്ച് ആദിലയുടെയും നൂറയുടെയും അടുത്ത് സംസാരിക്കുകയാണ്. എനിക്ക് അനീഷിനോട് മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ ആരെയും ബോധ്യപ്പെടുത്താനില്ല. അതുപോലെ എൻ്റെ A to Z കാര്യങ്ങളിൽ അനീഷ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അനീഷിനോട് മാത്രമാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഈ നവീനുമായിട്ടുള്ള പ്രശ്നം ഇത്രയും രൂക്ഷമായി മാറിയത് ഷാനവാസ് ഇതൊരിക്കലും പറയണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഇത് ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. ആദിലക്ക് ഒരു ചെറിയ പ്രശ്നം വന്നപ്പം ആദിലയുടെ അടുത്ത് ഈ കാര്യം ഷാനവാസ് സംസാരിച്ച് അങ്ങനെ അത് പിന്നെ പുറത്തേക്ക് പോകുന്നതാണ്. റിയാസ് അത് വലിച്ചിട്ട് നവീൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെയൊക്കെ അത് പിന്നെ പുറത്തു എല്ലാവരും അറിയുന്നതാണ്. അല്ല, ഷാനവാസ് ഒരിക്കലും നവീൻ്റെ ഭാവി കളയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് ഇങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാനും ആഗ്രഹിച്ചിട്ടില്ല. കാരണം നവീനും പുറത്തൊരു ഫാമിലി ഒരു ഇതൊക്കെ ഉള്ളതല്ലേ, ലൈഫ് ഉള്ളതാണ്. അപ്പം അതിനെ നശിപ്പിക്കുന്ന കാര്യം ഒരിക്കലും ഷാനവാസ് പറയത്തില്ല. ഷാനവാസ് അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. കാരണം ഷാനവാസ് ഒരു നല്ല മനുഷ്യനാണ്. ഷാനവാസ് ഒരിക്കലും അങ്ങനെയൊന്നും ആരെയും ദ്രോഹിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല. അത് യാദർശികമായിട്ട് അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ് അങ്ങനെ ഇത് പ്രശ്നമായി മാറിയതാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഇത് വേറെ ആരെയും അറിയിക്കാനോ അല്ല വേറെ ആരുടെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനോ ഇല്ല, എനിക്ക് അനീഷിനോട് മാത്രമേ പറയാനുള്ളൂ ഷാനവാസ് പറയുന്നത്. അനീഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇതിൽ നീ തെറ്റുകാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിന്നായിട്ടുള്ള സൗഹൃദം വിടുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സൗഹൃദം ലൈഫ് ലോങ് ഉണ്ടാകും, ജീവിതകാലം മുഴുവനും നമ്മൾ ഫ്രണ്ട്സായിട്ട് കൂടെ ഉണ്ടാകും എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനീഷിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി ഷാനവാസിനെ. പക്ഷേ ഷാനവാസ് ഈ സംഭവം ഇനി ബിഗ് ബോസിന് ഇത് വേണമെങ്കിൽ വീഡിയോ ഇട്ട് നടന്ന എന്താണ്, നവീൻ എന്താണ് ചെയ്തത്, എന്താ സംഭവിച്ചതെന്നൊക്കെ വേണമെങ്കിൽ ബിഗ് ബോസിന് വീഡിയോ ഇട്ട് കാണിക്കാം. പക്ഷേ ബിഗ് ബോസ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, ഒരിക്കലും കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ഈ നവീനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. കാരണം ഷാനവാസ് നവീനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് പറഞ്ഞാൽ മാത്രമേ ആ സംഭവം വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രമേ അനീഷിന് ഇത് വിശ്വസിക്കാൻ പറ്റത്തുള്ളല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പൊതുവെ പുറത്ത് നമ്മുടെ നവീന് അതൊരു പ്രശ്നമായിട്ട് ബാധിക്കും. അത് എങ്ങനെ ആകുമെന്നറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നവീനും ഷാനവാസും തമ്മിൽ ഇപ്പം ഈ പ്രശ്നത്തിൽ നിൽക്കുവാണല്ലോ. അപ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് വരുമ്പം പ്രശ്നം കൂടുതൽ വഷളാകാനാണ് സാധ്യത.